നമസ്കാരം. ഇതെന്റെ 3ാമത്തെ ടെഡ് ടോക്കാണ്. ലാസ്റ്റ് 5 ഇയേഴ്സില്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ടെഡ് ടോക്കുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു 30 ഇയേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു 3 പതിറ്റാണ്ട് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തതിന് ശേഷം, അപ്പോൾ ഇതിൻ്റെ ഒരു എന്റർപ്രണർഷിപ്പ് തുടങ്ങിയ സമയത്താണ് ഫസ്റ്റ് ടെഡ് ടോക്ക് വരിക. അത് കുസാറ്റിൽ വെച്ചിട്ടായിരുന്നു. അത് കോവിഡ് ടൈമില്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ട് ടികെഎം കോളേജ് കൊല്ലത്ത് ഇതുപോലൊരു ടോക്ക് ചെയ്തു. അപ്പോൾ ഈ 2 ടോക്കിനും ഒന്ന് എൻ്റെ ഒരു ജീവിത കഥയും പിന്നീട് ഈ സംരംഭമൊക്കെ തുടങ്ങിയ സംഭവങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ മൂന്നാമത് ഇവിടുന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഇനി എന്താണ് പറയുക എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഈ ഒരു ബന്ധങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാക്കി തരിക, അതിനെപ്പറ്റി ഒരു ചെറിയ 2 കഥ. ഞാനിങ്ങനെ പല റെസ്റ്റോറൻറ്റ്സിലും ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം, ഒരു ഒഫീഷ്യലായിട്ട് പഠിക്കാനൊന്നും പറ്റാണ്ട് ഒരാൾ എക്സ്പീരിയൻസ് ബൈ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ലീല പാലസ് എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്തൊരു സമയത്ത് എങ്ങനെയെങ്കിലും വിദേശത്ത് യൂറോപ്പിൽ പോകണം, അല്ല യു എസിൽ പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹമായിട്ട് അങ്ങനെ നിന്ന് പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു കഫ്റ്റീരിയയിൽ സ്റ്റാഫിൻ്റെ കഫ്റ്റീരിയയിൽ ജോലി ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു ട്രെയിനി ആയിട്ടുള്ള IT പ്രൊഫഷണലായിട്ടുള്ള 2-3 കുട്ടികൾ നൈറ്റ് ഷിഫ്റ്റിൽ അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭക്ഷണം അവർക്ക് കിട്ടില്ല. ആ സമയത്ത് ക്യാൻറ്റീൻ ടൈമൊക്കെ പറയും. അപ്പോൾ ഞാനവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിൽ രാത്രി വരും. അവർക്ക് 2 ദോശയൊക്കെ ചുട്ടു കൊടുക്കും. അപ്പോൾ അവരവിടെ ഇരുന്ന് എൻ്റെ കഥകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ യൂറോപ്പിൽ പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറയുമ്പം ഒരു CV ഒക്കെ ഉണ്ടാക്കി ലോകത്തെവിടെയൊക്കെയോ അയക്കുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ല. കുറേ കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്നൊരു കോൾ വരുവാണ്. 1927 ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വീരസ്വാമി എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റിലേക്ക് വിൻസ്റ്റൺ ചർച്ചിൽ, മഹാത്മാഗാന്ധി, ചാർലി ചാപ്ലിനൊക്കെ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിലേക്ക് ഒരു അവസരം. ഞാൻ തന്നെ ഞെട്ടുകയാണ്. എവിടുന്നാണ് ഈ കോള് വരിക? എങ്ങനെയാണ് എൻ്റെ CV കിട്ടുക? അപ്പോഴാണ് പറഞ്ഞത് CV അവിടെ വരുന്നു. അപ്പോൾ അന്നൊരു ദോശ ചുട്ടുകൊടുത്ത 2 കൂട്ടുകാർ അവർ നമ്മുടെ ഒരു കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ CV തന്നെ ഉണ്ടാക്കുന്നു. ആ ദോശയും ഓംലെറ്റും ചുട്ടുകൊടുത്ത കാരണം CV എടുത്ത് അയക്കുന്നു. അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവിടുന്ന് ഒരു വിളി വരുന്നു. അങ്ങനെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ തട്ടുകടയിൽ നിന്ന് പണി തുടങ്ങിയ ഒരാൾക്ക് 1927 തുടങ്ങിയ ഒരു ലെജൻഡറി മിഷെലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്ക് 2004 പോകാൻ പറ്റുന്ന ഒരവസരമാണ്. അപ്പോൾ അതൊരു ബന്ധം. എങ്ങനെ നമ്മളൊന്നും അറിയാണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പിന്നീട് അതൊരു റിസൾട്ടായിട്ട് കുറേ വർഷങ്ങൾ കഴിയും. ചിലപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വന്നേക്കാം. പിന്നീട് ചിലത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അത് കഴിഞ്ഞ് ലണ്ടനിൽ കുറേ വർക്ക് ചെയ്യുന്നു. 10, 15 വർഷം പല പല ഗ്രേറ്റ് ഷെഫ്മാരുടെ കീഴിൽ പണിയെടുക്കാൻ പറ്റുന്നു. BBC മാസ്റ്റർ ഷെഫിൽ പങ്കെടുക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ കുറേ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരുന്നൊരു സമയത്ത് വീണ്ടും ഇതുപോലെ എൻ്റെ ലൈഫിലെ ഒരു ജേണി ജസ്റ്റ് ഒരു കഥയായിട്ട് പറയായിരുന്നു. ആ ഇവിടെ ഇന്ത്യയിൽ തിരിച്ചു വന്ന് റാവിസ് ഗ്രൂപ്പിൻ്റെ കൾണറി ഡയറക്ടറായിട്ട് ജോലി ചെയ്യാണ്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ടൊരു സ്ഥാപനം ചെയ്യണം, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം. സാധാരണ യൂറോപ്പിലൊക്കെ വലിയ 5 സ്റ്റാർ ഹോട്ടൽ അവിടുത്തെ ഗോർഡൻ റാംസെ അല്ലെങ്കിൽ സാറ്റ് ബെയിൽസ് അല്ലെങ്കിൽ അലൻ ഡുക്കേസ് എന്നൊക്കെ പറഞ്ഞ വിഖ്യാതമായ ഷെഫുമാരുടെ പേരിൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റ്. ഞാനൊക്കെ അവിടെ ജോലി ചെയ്ത സമയത്ത് ആ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി മെനു ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും വിചാരിക്കും, ഷെഫ് പിള്ളേ എന്നുള്ളൊരു പേരിലുള്ള റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ തുടങ്ങണം. അപ്പോൾ അത് കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെ ഒരു പരിചിതമല്ല. സാധാരണ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ് അവരുടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഒരു ആഗ്രഹം വെച്ച് കോവളത്ത് ഒരു കൾണറി ഡയറക്ടറായിട്ട് ലീലയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ജനറൽ മാനേജർ അദ്ദേഹം ദിലീപ് സാർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഈ മിഷെലിൻ സ്റ്റാർ ഭക്ഷണം കേരളത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല പുതിയ റെസിപ്പികളെക്കുറിച്ചൊക്കെ എപ്പോഴും പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, ഷെഫ് സാർ എനിക്കും ഇതുപോലെ റെസ്റ്റോറൻറ്റ് കേരളത്തിൽ ചെയ്യാം. അപ്പോൾ കൊച്ചിയിലാണ്, നമുക്ക് ലേമറഡിയിലൊന്ന് നോക്കിയാലോ. അതൊരു മാരിയറ്റിൻ്റെ ഹോട്ടലാണ്, ലോകത്ത് 10,000+ ഹോട്ടൽസ് ഉള്ളത്. അപ്പോൾ എനിക്കറിയാം ഈ 10,000കണക്കിന് ഹോട്ടലുള്ള ഒരു വലിയൊരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഒരു റെസ്റ്റോറൻറ്റ് എങ്ങനെ തുടങ്ങും? അത് ഭയങ്കര അസംഭവ്യമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അസംഭവ്യമായ കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഈ സാർ ഒരു മെയിൽ അയച്ച് അവരുടെ അടുത്ത് പറയും, ഇങ്ങനൊരു ഷെഫ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ അങ്ങനെ ഒരു മെയിലിൽ നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ആ ഒരു കോവിഡ് ടൈമിൽ എന്നെ വിളിക്കുന്നു, അവിടെ പോകുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം ലോകത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരു മാരിയറ്റ് പോലൊരു കമ്പനിക്ക് ഒരു തേർഡ് പാർട്ടി റെസ്റ്റോറൻറ്റോ വേറൊരാളുടെ റെസ്റ്റോറൻറ്റ് ചെയ്യേണ്ട ആവശ്യം അവർക്കുമില്ല. അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ US മറ്റു പല രാജ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം
അവർ നമ്മുടെ പ്രൊഫൈലൊക്കെ നോക്കി അത് ഞാനൊരു പ്രൂവ് ചെയ്യാത്ത ഒരാളാണ്. ഒരു ഷെഫ് എന്ന നിലയിൽ ജോലി ചെയ്തിട്ടേ ഉള്ളൂ. ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ആദ്യമായിട്ടൊക്കെ തുടങ്ങുക, ഇത്രയും വലിയൊരു ബ്രാൻഡഡ് ലാൻഡ്മാർക്ക് കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലില് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് സ്വന്തമായിട്ട് നടത്താത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത് സംസാരം തരിക. അപ്പം അങ്ങനെ കുറേ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് 1 വർഷം, 1.5 വർഷം അത് പല കോൺട്രാക്റ്റായിട്ട് ഇത് എംഫാർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു നമ്മുടെ മുഹമ്മദ് അലി സാറിൻ്റെ ഒരു ലാൻഡ് ലോർഡാണ്. അദ്ദേഹത്തിൻ്റെ മാരിയറ്റാണ് ബ്രാൻഡ്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈം പല ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ എനിക്ക് ആദ്യമായിട്ട് ഒരു റെസ്റ്റോറന്റ്, ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ വരികയാണ്. അപ്പോൾ അവിടെയും ആ ഒരു ബന്ധത്തിൽ നമ്മുടെ ആ ദിലീപ് സാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു മെയിലാണ് ഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു റെസ്റ്റോറന്റ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു സ്റ്റാൻഡ് അലോൺ റെസ്റ്റോറന്റ് ഒക്കെ ചെയ്യാം. ഒരു ബ്രാൻഡിനോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതൊരു വലിയൊരു ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ആർക്കും കിട്ടാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ റിസൾട്ടുകൾ വരിക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ്. ഈ 2 ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഒരിക്കൽ പോലും അദ്ദേഹമായിട്ട് നമ്മളെ ദിലീപ് സാറുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ നമ്മളെ സഹായിച്ച മെർവിൻ എന്ന് പറഞ്ഞൊരു സെയിൽസ് പേഴ്സൺ, അപ്പോൾ അവരൊക്കെ ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം എനിക്ക് പേഴ്സണലി ഉണ്ടായത്. അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ പല ചെറുതും വലുതുമായ ഒരു ജേണിയിൽ പല കാര്യങ്ങളും കണ്ടുവരും. അപ്പോൾ അതൊക്കെ കണക്റ്റഡായിട്ട് മേ ബി ഒരു 5 ഇയേഴ്സ് ലേറ്ററിലായിരിക്കും നമ്മളറിയോ അന്ന് ആ ചെയ്ത കാര്യമാണ് ഇന്ന് ആ റിസൾട്ട് വരുന്നത്. അല്ലെങ്കിൽ അന്ന് നമ്മൾ പോലും അറിയാതെ ചെയ്തൊരു ചെറിയ ചെറിയ സഹായങ്ങളാവാം, ചെറിയൊരു ഒരു പരിചയപ്പെടലാവാം, അതുണ്ടാകുന്ന ബന്ധങ്ങളുടെ വലിയൊരു വില എൻ്റെ ഈ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ഒരു ജേണിയിൽ 30 ഇയേഴ്സ് കരിയറിൽ വർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് ഒന്നുമില്ലാതെ ഒരു കോവിഡ് ടൈമിൽ പൂട്ടിക്കിടന്ന റെസ്റ്റോറൻറ്റ് വെച്ച് തുടങ്ങി 20ൽ പരം റെസ്റ്റോറൻറ്റ് പല സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റി. മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനുശേഷം ഒരു കൾണറി ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വർഷം തുടങ്ങാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതേപോലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ കുറേ എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ പലയിടത്തും പറഞ്ഞെങ്കിലും എനിക്ക് ഇന്നിവിടെ വന്നപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് തോന്നിയത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെ പോകുന്നു, അപ്പോൾ ഏതൊരാളും ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചറായിട്ട് ആദ്യമായിട്ട് കണ്ട ഒരാൾ, എൻ്റെ ഒരു 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 വിമാനയാത്രക്കിടയിൽ കണ്ട ഒരാൾ എൻ്റെ ഒരു ബിസിനസ് പാർട്ണറായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഇൻവെസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും വിചാരിക്കും ആരും എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വരിക. അപ്പോൾ എല്ലാം ഒരു ഓപ്പൺ മൈൻഡോട് കൂടി നമ്മൾ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുക, ഒരു ദുബായ് യാത്രക്കിടയിൽ എയർപോർട്ടിൽ കണ്ട് പരിചയപ്പെട്ട ഒരാൾ പിന്നീട് അയാളുടെ നമ്പർ തന്നിട്ട് പോകുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻവെസ്റ്റർ പാർട്ണറായിട്ട് വരുന്നതാണ്. അപ്പോൾ അതേപോലെയൊക്കെയുള്ള എനിക്കൊരു 100 കൂട്ടം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ പാഷൻ്റെ പിറകെ പോകണം. അപ്പോൾ ഈ പാഷൻ്റെ പിറകെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യും. പക്ഷേ ഇത് നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പാഷൻ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ അതിന് മുകളിൽ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആക്ച്വൽ റിസൾട്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനോട് നാച്ചുറലി നമുക്ക് ടാലൻ്റ് ഉണ്ടാവും. അതിനോടൊപ്പം നമ്മൾ കുറേ സ്കിൽ ലേൺ ചെയ്യും. അപ്പോൾ ഈ ടാലൻറ്റും സ്കില്ലും കൂടെ ചെയ്യുന്നതിൻ്റെ കൂടെ മാജിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിസിപ്ലിൻ. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പല പല പ്രയത്നങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഫലങ്ങളെത്തുക. അപ്പോൾ അതെൻ്റെ ഒരു 30 വർഷം ഒരു 10ാം ക്ലാസ് പഠിച്ചിട്ട് എനിക്കൊരു കോളേജിൽ പോകാൻ പറ്റാണ്ട് ലൈഫ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ഒരു കാര്യം വന്നത് നമ്മളൊന്നും പ്ലാൻഡ് അല്ല. വരുന്ന വഴിയിൽ സർവൈവ് ചെയ്യണം എന്നൊരു തോട്ടിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഷെഫ് ആവുമെന്നോ അല്ലെങ്കിൽ ഒരു സംരംഭകനാവുമെന്നോ അല്ലെങ്കിൽ എന്തൊന്നും ആവുമെന്ന് അറിയാണ്ട് സർവൈവൽ മോഡിൽ നമ്മൾ കുറേ കാര്യങ്ങളങ്ങ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ 5 ടൈം മൾട്ടിപ്ലൈസ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു 3rd ടെക് ടോക്കിൽ വീണ്ടും വരാൻ പറ്റി. തീർച്ചയായിട്ടും ഒറ്റ ഒരു അഡ്വൈസാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു കാര്യം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് കൺസിസ്റ്റൻസി ആയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും തുടരെ തുടരെ ചെയ്ത് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. ഞാൻ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഒത്തിരി ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു കോമൺ ഒരു കാര്യം, ആ കൺസിസ്റ്റൻസി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മൾ ഡിസപ്പോയിൻ്റ് ആവും, ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവും, ഏതെങ്കിലുമൊക്കെ ചില ആൾക്കാർ നമ്മളെ അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്തില്ലാന്നൊക്കെ പറഞ്ഞ് ഗിവപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് 90% ആൾക്കാരും. അത് ചിലപ്പോൾ ഒരു 5 ഇയേഴ്സ് ഡൗൺ ദ ലൈനിൽ നമ്മൾ ചെയ്തായിരിക്കും ആ ഒരു മാജിക് മൊമെൻ്റ് എത്തുക. അപ്പോൾ ആ ഒരു മാജിക് മൊമെൻ്റ് നിങ്ങളുടെയൊക്കെ ലൈഫിൽ എപ്പോഴാണോ ഓരോരുത്തരുടെ സർക്കംസ്റ്റാൻസ് അനുസരിച്ച് മാറി മാറി വരും. അപ്പോൾ ആ ഒരു മാജിക് മൊമെൻറ്റിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്
നമ്മളുടെ പ്രയത്നങ്ങൾ അത് നിങ്ങളുടെ കരിയർ ആവാം, പേഴ്സണൽ ലൈഫ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർപ്രണർ ആവുന്ന കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും മനസ്സിൽ ആഗ്രഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാവാം. അപ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കാണ്ട് തന്നെ നമ്മളതിൽ ഇഷ്ടം തോന്നി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകുന്നവർക്കെല്ലാം വലിയൊരു വിജയം ഉണ്ടാവുമെന്നാണ് എൻ്റെ അനുഭവം. എനിക്ക് പരിചിതമായ പല ആൾക്കാരിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. വൺസ് അഗൈൻ ഈ കോളേജിൽ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.